മഹാരാഷ്ട്രയിൽ മറ്റൊരു വിവാദം കൂടെ ഇപ്പോൾ കത്തി പടരുകയാണ്. അത് ശിവസേനയുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ ദേവേന്ദ്ര ഫഡ്നാവിസ് അവിടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മഹാരാഷ്ട്രയിൽ ഒരു മഹാനാടകം നമ്മൾ കണ്ടതാണ്. ഷിൻഡെ, ശിവസേനയെ നിലവിൽ നയിക്കുന്ന ഷിൻഡെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടതാണ്. അവസാനം കേന്ദ്ര നേതൃത്വം ഇടപെട്ടാണ് ഷിൻഡെയെ ഒന്ന് അനുനയിപ്പിച്ചെടുത്തത്. ഇപ്പോഴിതാ മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ ഒരു കിടിലൻ നീക്കം അല്ലെങ്കിൽ ഒരു മികച്ച തീരുമാനം പുറത്തെത്തിയിരിക്കുകയാണ്. അതായത് മഹാരാഷ്ട്രയിൽ മന്ത്രിമാർക്ക് ബംഗ്ലാവുകൾ അനുവദിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. മന്ത്രിയായി അധികാരമേൽക്കുന്ന ക്യാബിനറ്റ് മന്ത്രിമാർക്ക് അവിടെ ബംഗ്ലാവുകൾ അനുവദിക്കും. കുടുംബസമേതം താമസിക്കാനാണ് ബംഗ്ലാവുകൾ അനുവദിക്കുന്നത്. എന്നാൽ ദേവേന്ദ്ര ഫഡ്നാവിസ് നിലവിൽ ചോദിച്ചിരിക്കുന്നത് എന്തിനാണ് മന്ത്രിമാർക്ക് ഈ ബംഗ്ലാവ് എന്നുള്ളതാണ്. മന്ത്രിമാരെന്ന് പറഞ്ഞാൽ ലാളിത്യത്തിന്റെ പര്യായങ്ങളായിരിക്കണം. നിങ്ങൾക്ക് ബംഗ്ലാവിന്റെ ആവശ്യമില്ല, മറിച്ച് ഒരു ഫ്ലാറ്റിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ, നിങ്ങളുടെ കുടുംബത്തെ താമസിപ്പിക്കാൻ, മറ്റ് നിങ്ങളുടെ ജോലികളിൽ വ്യാപൃതരാകാൻ എന്നാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞിരിക്കുന്നത്. ഈ നിലപാട് ശിവസേനയെ ചൂടിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ചില ശിവസേന മന്ത്രിമാർക്ക് സർക്കാർ ബംഗ്ലാവുകൾക്ക് പകരം സർക്കാർ ഫ്ളാറ്റുകൾ അനുവദിച്ചിരുന്നു. ഇതോടെ ശിവസേനയിലെ ഷിൻഡെയുടെ മന്ത്രിമാർ അസ്വസ്ഥരാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. BJP-യിലെ ഉന്നത മന്ത്രിമാർക്ക്, ചില മന്ത്രിമാർക്ക് നിങ്ങൾ ഫ്ളാറ്റുകൾ കൊടുത്തില്ലല്ലോ, ബംഗ്ലാവുകളാണല്ലോ കൊടുത്തത്, എന്നിട്ട് ശിവസേനയുടെ മന്ത്രിമാർക്ക് മാത്രം എന്താണ് നിങ്ങൾ ഇത്തരത്തിൽ ഫ്ളാറ്റുകൾ കൊടുക്കുന്നത് എന്നാണ് ശിവസേനയിലെ പല ആൾക്കാരും ചോദിക്കുന്നത്. ഇരു പാർട്ടികളിലെ മന്ത്രിമാർക്ക് നൽകിയ ഫ്ളാറ്റുകളുടെ പട്ടിക അതോടുകൂടി തന്നെ ദേവേന്ദ്ര ഫഡ്നാവിസ് പുറത്തുവിട്ടു. നിങ്ങൾ നോക്കണം, BJP-യിലെ മന്ത്രിമാരിൽ വളരെ പ്രധാനികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ബംഗ്ലാവ് അനുവദിച്ചിട്ടുള്ളത്. അല്ലാതെയുള്ള BJP-യിലെ മന്ത്രിമാർക്കും ശിവസേനയിലെ മന്ത്രിമാർക്കും എല്ലാം ഫ്ളാറ്റുകൾ തന്നെയാണ് ഞങ്ങൾ അനുവദിച്ചിട്ടുള്ളത് എന്നാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് പുറത്തുവിട്ട സർക്കാരിന്റെ ഈ ലിസ്റ്റ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ലിസ്റ്റിൽ ധാരാളം മന്ത്രിമാരുണ്ട്. അതൊരു വലിയ ലിസ്റ്റ് തന്നെയാണ്. ഏക്നാഥ് ഷിൻഡെയ്ക്ക് നഗര വികസന അക്കൗണ്ട്, അതായത് ഫഡ്നാവിസ് ശനിയാഴ്ച വൈകുന്നേരമാണ് വകുപ്പുകളുടെ വിഭജനം നടത്തിയത്. അതിൽ ഷിൻഡെയ്ക്ക് നഗര വികസന ഒരു വകുപ്പാണ് ലഭിച്ചത് പ്രധാനമായും എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇതിൽ ഫഡ്നാവിസ് ആഭ്യന്തര മന്ത്രാലയം തന്റെ കൈവശം വെച്ചിരിക്കുന്നതിൽ, അതായത് ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കയ്യിൽ ആഭ്യന്തരമില്ലെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് പവർ ഇല്ല എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആഭ്യന്തര വകുപ്പ് അദ്ദേഹം ആർക്കും വിട്ടുകൊടുക്കാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷിൻഡെയ്ക്ക് ആഭ്യന്തരം വേണമെന്ന് ചോദിച്ചിട്ട് പോലും BJP നൽകാൻ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു വിഷയം കൂടെ ഉടലെടുത്തിരിക്കുന്നത്. എന്തായാലും BJP മഹാരാഷ്ട്രയിൽ അൺസ്റ്റോപ്പബിളായി മുന്നോട്ട് പോവുകയാണ്. ഷിൻഡെ നേതൃത്വത്തെ നിലയ്ക്ക് നിർത്താൻ BJP-ക്ക് ഇപ്പോൾ യാതൊരുവിധ പ്രയാസവുമില്ല. അജിത് പവാർ അടക്കം BJP-യുടെ കൂടെയാണ്. ഇപ്പോൾ ഉദ്ധവ് താക്കറെ BJP-യുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ആ ഉദ്ധവ് താക്കറെ ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതം പ്രകടിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അനിശ്ചിതത്തിലാണെങ്കിൽ പോലും ഈ ഉദ്ധവ് താക്കറയുടെ MPമാർ BJP-യിലേക്ക് ചേർന്നേക്കും. അവർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ സവർക്കർ അധിക്ഷേപവുമായൊക്കെ ബന്ധപ്പെട്ടാണ് അവർ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ BJP-യിലേക്ക് വരാൻ തയ്യാറാണ് എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ ഷിൻഡെയുടെ ഒരു അടവും ദേവേന്ദ്ര ഫഡ്നാവിസിനോട് വിലപ്പോവില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഷിൻഡെയ്ക്ക് ഈ ഫ്ളാറ്റുകൾ അനുവദിച്ചതിൽ പ്രതിഷേധിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗവുമില്ല. ഷിൻഡെയെക്കാട്ടിലും ഭീകരനും ഷിൻഡെയെക്കാട്ടിലും സ്വാധീനമുള്ള ആളുമായിരുന്നു ഉദ്ധവ് താക്കറെ. ആ ഉദ്ധവ് താക്കറെയുടെ പാഠം ഷിൻഡെയുടെ മുന്നിലുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.